നമ്മിൽ പലർക്കും മരണവീട്ടിൽ പോകുന്നത് അത്ര സുഖമുള്ള പരിപാടിയല്ല. എന്നാൽ മരണവീട്ടിൽ പോകുമ്പോൾ മരിച്ച വ്യക്തിയുടെ കുടുംബത്തോട് എന്തു പറയണം, എന്തു പറയരുത് എന്നുള്ള വകതിരിവ് പോലും ഇല്ലാത്ത ചിലരെ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരാളുടെ വീഡിയോ ഈ അടുത്ത കാലത്ത് ഞാൻ കാണുകയുണ്ടായി. ആ വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. തെളിവുകൾ എന്തെങ്കിലുണ്ട്, ഇപ്പൊ ഞാൻ സമയക്കുറവുകൊണ്ട് പറയുന്നില്ല. അച്ഛൻകുഞ്ഞിനെ കുറിച്ച് ആരും പറയാതെ ചില കാര്യങ്ങൾ എനിക്ക് പറയാറുണ്ട്. ഒന്നാമത്തെ കാര്യം, ദ്രവ്യാഗ്രഹം എന്നൊരു കാര്യമില്ലാതിരുന്ന ആളാണ്. സഭയ്ക്കിപ്പോൾ 15 ലക്ഷത്തിൽ കൂടുതൽ തുക കൊടുക്കാനുണ്ട്. അത് കുഞ്ഞുമൊക്കെ അറിയാമെന്ന് എനിക്കറിയത്തില്ല. താൻ ശുശ്രൂഷിച്ചതായ സഭകളിൽ നിങ്ങൾ ചോദിച്ചാൽ ഓരോ സഹോദരിക്ക് പോലും അച്ഛൻകുഞ്ഞിന്റെ നോട്ടമോ, അച്ഛൻകുഞ്ഞിന്റെ ഇടപാടോ, അച്ഛൻകുഞ്ഞിന്റെ സംസാരമോ ഒന്നും പരസ്ത്രീ താല്പര്യം ഉള്ളതായിരുന്നില്ല. ഇന്ന് ഒത്തിരി പാസ്റ്റർമാർക്ക് ആ പ്രശ്നമുണ്ട്. അദ്ദേഹത്തെ അങ്ങനെ ഒരു കാര്യം തൊട്ടു തീണ്ടിയിരുന്നില്ല അച്ഛൻകുഞ്ഞിനെ. മൂന്നാമത്തെ കാര്യം, അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള നോട്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അത്രയും പറയാ അവിടെ നിർത്തുക. മരിച്ചുപോയ വ്യക്തി ദ്രവ്യാഗ്രഹം ഇല്ലാത്ത മനുഷ്യനായിരുന്നത്രേ. എന്നാൽ അദ്ദേഹം തന്റെ സഭയ്ക്ക് 15 ലക്ഷത്തിലുപരിയായി പണം കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് കളി? അതുപോലെ മരിച്ചുപോയ വ്യക്തി പരസ്ത്രീകളെ തെറ്റായിട്ടൊന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ലായിരുന്നത്രേ. ഈ അനുശോചനം കൊടുത്ത ആൾക്ക് മരിച്ചുപോയ വ്യക്തിയോട് എന്തോ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും കിട്ടിയ സന്ദർഭം തക്കത്തിൽ അങ്ങേര് ഉപയോഗിച്ചുവെന്നും എനിക്ക് മാത്രമാണോ തോന്നുന്നത്? വിരുന്നു വീട്ടിൽ പോകുന്നതിലും വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത് എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതുപോലത്തെ അച്ചായന്മാർ വിലാപ വീടുകളിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയട്ടെ. 2008 എന്റെ അമ്മ മരിച്ചപ്പോൾ വീട്ടിൽ വന്ന ഒരു കക്ഷി അവിടെ കൂടി നിന്നവരോട് ഇങ്ങനെ പറഞ്ഞു. അവർ ഇപ്പോഴെങ്ങും മരിക്കത്തില്ലായിരുന്നു. എന്തു പറയാനാ, മകന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, അവൻ അത് കളഞ്ഞു. അത് ഓർത്ത് ഹൃദയം പൊട്ടിയാണ് അവർ മരിച്ചത്. ഇത് കേട്ടുനിന്നവർ പിന്നീട് എന്നോടിത് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ വിഷമവും സങ്കടവും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണേ. ഈ കാര്യം പറഞ്ഞ കക്ഷി എന്റെ കുടുംബത്തിന്റെ ഒരു ബന്ധുവും കൂടിയാണ് എന്നുള്ളതും കൂടി നിങ്ങൾ ഓർക്കണം. ഒരു മരണവീട്ടിൽ പോകുമ്പോൾ അവിടെ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. മരണവീടുകളിൽ നാം പറയുവാൻ പാടില്ലാത്തതുമായ 5 കാര്യങ്ങളാണ് നിങ്ങളുമായി ഈ സന്ദേശത്തിൽ ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ കാര്യം, മരിച്ചുപോയ വ്യക്തി ഇച്ചിരി പ്രായം കൂടിയ ആളാണെങ്കിൽ കുടുംബക്കാരോട് ഇത്രയും കാലമൊക്കെ ജീവിച്ചില്ലേ എന്ന തരത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. മരിച്ചുപോയ വ്യക്തിയുടെ ആയുസിന്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നത് ദൈവമാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ഔദാര്യത്തിലല്ല മരിച്ചുപോയ വ്യക്തി കഴിഞ്ഞതും എന്നും കൂടി നിങ്ങൾ ഓർക്കണം. രണ്ടാമതായി, മരിച്ചുപോയ വ്യക്തി എന്തെങ്കിലും രോഗബാധിതനായിട്ടാണ് മരിച്ചതെങ്കിൽ കുടുംബക്കാരോടോ മറ്റുള്ളവരോടോ എന്തൊരു കുടിയായിരുന്നു, ചുമ്മാതല്ല കരൾ അടിച്ചുപോയത് എന്നോ ചെയിൻ സ്മോക്കർ ആയിരുന്നു അതുകൊണ്ടാണ് ക്യാൻസർ വന്നത് എന്നോ പറയരുത്. ഇന്ന് കുടിക്കാത്തവരുടെ കരളും അടിച്ചു പോകുന്നുണ്ട്, പുക വലിക്കാത്തവർക്കും ക്യാൻസർ രോഗം വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, മരിച്ചുപോയ ആളുടെ ബാങ്ക് ബാലൻസും ആസ്തിയും ഒന്നും ആരായുവാൻ നിൽക്കരുത്. ചിലർ മരണ വീടുകളിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒറ്റ പൈസ കയ്യിലില്ലായിരുന്നെന്നാ ഞാൻ കേട്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നവരുണ്ട്, കോടികളുടെ ആസ്തിയുണ്ട്, അതുകൊണ്ട് കുടുംബത്തിന് പേടിക്കാനൊന്നുമില്ല. അവർക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും ആസ്തി ഇല്ലായിരുന്നുവെങ്കിലും അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, അത് കുടുംബക്കാര് നോക്കിക്കൊള്ളട്ടെ. നാലാമതായി, മകനുമായി അത്ര സ്വരച്ചേർച്ചയില്ലായിരുന്നു എന്നോ കാനഡയിലെ മകൾ കഴിഞ്ഞ 2 മാസമായി വിളിക്കാറില്ലായിരുന്നു എന്നോ നിങ്ങൾ പറയരുത്. അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അവർ തീർത്തോളും. ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കുവാൻ ശ്രമിക്കുക. പിന്നെ ചിലരുണ്ട്, മരണ വീട്ടിലും ഉച്ചത്തിൽ ഫോൺ സംസാരിക്കുകയും ഫലിതം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ.
മഹാബോറാണ് ഈ ഇടപാട് എന്നവർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, വേറെ ചിലരുണ്ട്. 4 പേര് കാണട്ടെ എന്ന് പറഞ്ഞ് നേതാവ് കളിച്ച് നടക്കുകയും ഷൈൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടമുണ്ട്. അവരോടും നാം പറയണം, ഈ പരിപാടി നിർത്തണം. ഇങ്ങനെയുള്ളവർ മരണവീടുകളിൽ പോയി അവിടെ നുണയും ഏഷണിയും പറഞ്ഞ് നടക്കാതെ സ്വന്തം വീട്ടിൽ ഇരിക്കുന്നതാണ് നല്ലത്.